ഇത് വാട്ടർ ഡാമേജിൽ വന്ന ഫോണാണ്. ഇത് കസ്റ്റമർ അരിയിലൊക്കെ വെച്ചിട്ട് യൂട്യൂബിൽ അരിയിലൊക്കെ വെക്കാൻ പാടില്ല. എന്താ വെച്ചാൽ കൂടുതൽ ഡാമേജ് ആവുള്ളൂ. ഫംഗസ് കയറിയിട്ട് കൂടുതലൊന്നും കൂടി ഡാമേജ് ആവുള്ളൂ. ഇവിടെയൊക്കെ അരി ഉണ്ട്, അരികളൊക്കെ കാണുന്നുണ്ട്. പോട്ടിനകത്തൊക്കെ ഉണ്ട്. വെള്ളം പോയിട്ടൊന്നുമില്ല. വെള്ളത്തിൻ്റെ ക്യാമറിൻ്റെ അകത്ത് വെള്ളം കാണുന്നുണ്ട്. ഇത് നേരിക്ക് എന്താ വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്തുള്ള മൊബൈൽ ഷോപ്പ് കൂടെ പോയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് അരി കൊണ്ടുപോയിക്കൊണ്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല. മൊബൈൽ കൂടുതൽ ഡാമേജ് ആവുള്ളൂ. വഴിച്ചിട്ടുള്ള വീഡിയോ ആണ്. വെച്ചിട്ട് ഇത് കണ്ടല്ലേ, ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള വെള്ളങ്ങൾ തന്നെയാണ്. ഇതൊന്നും പോയിട്ടില്ല. ഇത് ബോർഡിൻ്റെ അകത്ത് ഫംഗസ് കയറിയിട്ട് ഡാമേജ് ആയതാണ്. ഇത് കരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡാമേജ് ആകത്തുള്ളൂ. ഒക്കെ വെള്ളം തന്നെയാണ് അതിനകത്തുള്ള. ഇത് വാട്ടർ ഡാമേജ് വന്ന MIൻ്റെ സെറ്റാണ്. നമ്മൾ ക്ലീനൊക്കെ ചെയ്തു, പക്ഷേ ഫോൺ ഓണാണ്. ലൈറ്റ് വരുന്നുണ്ട് ഗ്രാഫിക്സിൽ. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഡിസ്പ്ലേ ഊരിയാണ്. ഡിസ്പ്ലേ ഊരിയപ്പോൾ നമ്മുടെ കണക്ടറിന് ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ചെറിയ ഡാമേജ് ഉണ്ട്. ഈ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഡിസ്പ്ലേ ഗ്രാഫിക്സ് വരാതിരിക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം. വെള്ളം കയറിയിട്ട് പോർട്ടൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്തു. ഇത് ഷോർട്ടാവാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് UV ഇടാം. Stop. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ഒക്കെ വന്നു. ഓക്കെ, എല്ലാം ശ്രദ്ധിക്കാതെ. വാട്ടർ ഡാമേജ് വരുമ്പോൾ മാക്സിമം അടുത്തുള്ള ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്ത് നോക്കുക. അല്ലാതെ യൂട്യൂബിൽ കാണുന്ന പോലെ ചെയ്യരുത്. അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ CPU EMC ഒക്കെ വെള്ളം നല്ല കയറിയാണ്. എന്തോ ഭാഗ്യത്തിന് ക്ലീൻ ചെയ്തൊക്കെ കിട്ടി. ഹലോ, ഞാൻ മോപ്പനുണ്ട്. ആ ശരി.